കോട്ടയം തിരുവഞ്ചൂരിലെ ആഭിചാരക്രിയ കേസിൽ പ്രതി ശിവദാസനുമായി തിരുവഞ്ചൂരിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. ശിവദാസനാണ് ആഭിചാരക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ആഭിചാരക്രിയ നടത്തിയ രീതി ശിവദാസൻ പോലീസിനോട് വിവരിച്ചു. ജോസി ബാബു വിവരങ്ങളുമായി. ജോസി, വിശദാംശം എന്താണ്? നിഷാദ, അല്പം മുമ്പാണ് മണർകാട് പോലീസ് ഈ ആഭിചാര ക്രിയകൾക്ക് നേതൃത്വം നൽകിയ ശിവദാസനുമായി തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഈ വീട്ടിൽ വെച്ചായിരുന്നു ആ പെൺകുട്ടി ക്രൂരമായ ആഭിചാര ക്രിയകളുടെ ഭാഗമായുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഈ വീട്ടിലെത്തിച്ച് ഈ ആഭിചാരക്രിയ നടത്തിയ രീതി ഈ ശിവദാസ് എന്ന ശിവൻ തിരുമേനി പോലീസിനോട് വിവരിച്ചു കൊടുത്തു. തിരുവല്ല സ്വദേശിയായ ഇയാളാണ് ഇവിടെ എത്തി ഈ ആഭിചാരക്രിയകൾ നടത്തിയത്. നേരത്തെ പെൺകുട്ടി നൽകിയിരുന്ന മൊഴിപ്രകാരം 6000 രൂപയോളം ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിന്റെ പിതാവ് ഈ ആഭിചാരക്രിയകൾക്കായി നൽകി. പക്ഷേ ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിപ്രകാരം 1200 രൂപയാണ് താൻ വാങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീട്ടിൽ നടത്തിയ രീതികൾ, അതായത് ഈ പെൺകുട്ടി ഈ സോഫയിൽ ഇരുത്തുകയും അതോടൊപ്പം തന്നെ ഭസ്മവും മറ്റും ഉപയോഗിച്ചുള്ള പൂജാ കാര്യങ്ങളുമൊക്കെ ഇയാൾ വിവരിച്ചു. കൂടാതെ പട്ടുപയോഗിച്ചായിരുന്നു ഈ ആഭിചാരക്രിയ നടത്തിയത്. അതടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ശിവദാസനെ വാങ്ങിയത്. ശിവദാസനെ ഇന്ന് വൈകിട്ട് കോടതിയിൽ കൊടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ സുഹൃത്ത് അഖിൽ, പിതാവ് ദാസ് എന്നിവരും അറസ്റ്റിലായിരുന്നു. പെൺകുട്ടിയുടെ ഈ സുഹൃത്തായ അഖിലിന്റെ മാതാവ് സൗമിനിയും ഈ കേസിൽ പ്രതിയാണ്. അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കായി അന്വേഷണം നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പ്രതികൾ ഈ കേസിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നാടിനെ നടുക്കി ഈ സംഭവത്തിന് ഞെട്ടലിലാണ് നാട്ടുകാർ. അവരെല്ലാം ഇത്തരമൊരു സംഭവം ഇവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പൊതുവെ ആളുകളുമായൊക്കെയും സഹകരിക്കുന്ന കുടുംബമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആഭിചാരക്രിയകളും മറ്റും നടത്തിയിരുന്നതായി അറിയില്ലായിരുന്നു. പലപ്പോഴും ഉറക്ക ശബ്ദമൊക്കെ പാട്ടൊക്കെ വെക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്തരം പരിപാടികൾക്കായിരുന്നു എന്ന് കരുതിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും തെളിവെടുപ്പിന് ശേഷം ഇപ്പോൾ ശിവദാസുമായി പോലീസ് സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ശരി.